പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വ്യാളി രൂപങ്ങളുടെയും ഗജമുഷ്ടികളുടെയും നിർമ്മാണം പൂർത്തിയായി. പൂർണ്ണമായും തേക്ക് മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 8 വ്യാളി രൂപങ്ങളും 8 ഗജമുഷ്ടികളും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ദുർഗ ഭഗവതിയുടെയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും ശ്രീകോവിലിനു മുകളിൽ 8 മുഖപ്പുകളും അലങ്കാരങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുണ്ട്. ദാരുശില്പി എളവണ്ണി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ധാരുശില്പി എളവണ്ണി നാരായണാചാര്യയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ്. ശ്രീകോവിലിൻ്റെ മുകളിൽ ദുർഗാ ക്ഷേത്രത്തിൻ്റെയും കൃഷ്ണക്ഷേത്രത്തിൻ്റെയും ശ്രീകോവിലിൻ്റെ മുകളിൽ വ്യാളി രൂപങ്ങൾ, ഗജമുഷ്ടികൾ, അതുപോലെ മുഖപ്പുകൾ, 8 മുഖപ്പുകൾ, അതിലെല്ലാം അലങ്കാരങ്ങൾ കൂടിയിട്ടുള്ള ശില്പങ്ങളും ചിത്രപ്പണികളാണ് ചെയ്തിട്ടുള്ളത്. എത്രയായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛനായിട്ട്. അച്ഛൻ ഗുരുവായൂർ അഗ്നിബാധയ്ക്ക് ശേഷമുള്ള പുനർനിർമ്മാണത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു. കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൻ്റെ മുഖ്യ ശില്പിയാണ്. അവർക്ക് അതിന് 79 എമ്പിൽ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് എത്തിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ ദാരുശില്പങ്ങൾ ചെയ്യുന്ന കുടുംബമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രത്യേക ഗോപുരമൊക്കെ ഞാനായിരുന്നു. 2011-2012 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 2021 ദാരുശില്പ കലകൾക്ക് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ പുതിയ തലമുറയുടെ പെരുന്തച്ചൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൽ നവീൻ, വിനോദ് മാരായമംഗലം, പ്രസാദ്, ആശാമോൻ, സന്തോഷ്, കേശവൻ, ദിവേക്, ബാലൻ, അനിയൻ പരമേശ്വരൻ, അഖിൽ എന്നിവർ സഹായികളായി. ഈ പ്രവൃത്തി വഴിപാടായി സമർപ്പിക്കുന്നത് തൃക്കാവ് ഈശ്വർ നിവാസിൽ MR ബാലകൃഷ്ണസ്വാമിയാണ്. പേജ് TV ന്യൂസ്, പൊന്നാനി. അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു. അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു. ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു. ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന്. അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി. ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം. അമാന മോൾ, എടപ്പാൾ, മെയിൻ റോഡ്, കൂറ്റനാട്, നടുവട്ടം.